ഭദ്രകാളി എന്ന ഹിന്ദുക്കളുടെ ദൈവം കുടുംബം കലക്കിയാണെന്ന് ബിനു വാഴമുട്ടം എടുത്തു പറഞ്ഞ വാക്ക് ജനം ചാനലിലൂടെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ യേശു പറഞ്ഞു. അതിൽ പറഞ്ഞൊരു കാര്യം, നിങ്ങളകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. പിന്നെ ഈ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഒരു പോരാട്ടമുണ്ട്. ഈ വീട് വെച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവിടെ തൊട്ട് തുടങ്ങിയ പോരാട്ടമാ. ആ ഭദ്രകാളിയുടെ രൂപം ഇല്ലയോ, ആ രൂപം എന്തിനാ കൊണ്ട് വെച്ചെന്നറിയോ? പറയട്ടെ, അത് ലവക്കിട്ട് പണിത പണിയാ. നിങ്ങളുടെ രണ്ടും കൂടെ തമ്മിത്തല്ലി തലകീറി പിണങ്ങിപ്പോണം. ഇതൊരു മതപരിവർത്തന വീഡിയോ അല്ല, മനപരിവർത്തന വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും ധൈര്യത്തോടെ ഇത് കേൾക്കാം, ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട്. തന്നെ താൻ ഉയർത്തുന്നവനെല്ലാം ആൾ ദൈവങ്ങളായി മാറിക്കഴിഞ്ഞു. സകല മതങ്ങളിലും തന്നെ താൻ താഴ്ത്താൻ പഠിച്ചിട്ടുള്ളവനെല്ലാം ദൈവത്തിൻ്റെ കൃപയിൽ യഥാർത്ഥ ദൈവത്തിലാവുകയും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ തന്നെത്താൻ ഉയർത്തുവാൻ ഒരു വ്യക്തി കാണിക്കുന്ന കോമാളിത്തരങ്ങളെല്ലാം പൊക്കിപ്പിടിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ അവഹേളിക്കുന്നതും തെറ്റ് തന്നെയാണ്. യോഹന്നാൻ സുവിശേഷം 8:44 അവൻ ഫോഷ്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു, അവൻ ഫോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. അങ്ങനെയുള്ള അപ്പന്മാരാണ് ഈ ബിനു വാഴമുട്ടം. ഇവനെപ്പോലെ സ്റ്റേജ് ഷോ കാണിക്കുന്നത്, വായിലത്തോന്ന് വിളിച്ചു പറയുന്നത്. ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെല്ലാം ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ സഭ വിടണം. മനസാക്ഷിയെ നിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു 10 വർഷമെങ്കിലും പെന്തക്കോസ്തിൻ്റെ കൾട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന മാന്ത്രിക പെന്തക്കോസ്തിനകത്ത് ശുശ്രൂഷിച്ച ഒരാളാണ് ഞാൻ. തിരിച്ചറിവ് വന്ന ശേഷമാണ് ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്ത് വീഡിയോയിലിടുന്നത്. ഇതുപോലെ അടുത്തവൻ നിനക്ക് മന്ത്രവാദം ചെയ്തു, ഇവൻ ക്ഷുദ്രം ചെയ്തു, അവിടുത്തെ ഭദ്രകാളി രൂപമാണ്, ഇവിടുത്തെ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ കിടക്കുന്ന പലരെയും പെന്തക്കോസിലാക്കാനുള്ള ടെക്നിക്കൽ പരിപാടികൾ ഒരുപക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അറിവില്ലായ്മയിൽ ഉപ്പെറിഞ്ഞ പ്രാർത്ഥന ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രം ചുറ്റി പ്രാർത്ഥന, ക്ഷേത്രം പൊളിക്കാൻ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നടത്തി അവിടെ ബന്ധനം ഇവിടെ ബന്ധനം എന്നൊക്കെ പറഞ്ഞ് എത്രയോ കുടുംബങ്ങൾ ശത്രുതയിലായി, എത്രയോ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ പൊളിഞ്ഞു, എത്രയോ മനസ്സമാധാനവും സന്തോഷവും ഇല്ലാതെ ഭയത്തിൻ്റെ കീഴിലായി. പെന്തക്കോസ്തിലെ ഏറ്റവും വലിയ സൂത്രവാക്യം, ഒരുത്തനെ ഭയത്തിന് കീഴിലാക്കിയാൽ അവൻ ഒരിക്കലും ആ സഭ വിട്ടു പോകില്ല, ആ പാസ്റ്ററുടെ ചൊൽപ്പടിക്ക് നിൽക്കും. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി കാലഘട്ടം കഴിഞ്ഞ് ദൈവം എൻ്റെ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ബൈബിൾ നന്നായിട്ട് ഗ്രഹിച്ചു പഠിച്ചു. യേശു ക്രിസ്തു ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതിനോപ്പോസിറ്റ് ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സിലാ കൊണ്ട് എല്ലാവരോടും ക്ഷമിക്കുക, പിന്നെ സ്നേഹിക്കാത്തവരെ സ്നേഹിച്ചാൽ എന്ത് ഉപചാരം കിട്ടും? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വല്ലതുകൊണ്ടെങ്കിൽ ക്ഷമിക്കും. യേശു ക്രിസ്തുവിൻ്റെ തത്വങ്ങൾക്ക് എതിരാണ് ഇവരെ പരിപാടി. അതുകൊണ്ട് ഈ കൾട്ട് പെന്തക്കോസ്തിൽ നിന്നും 10 വർഷത്തോളം ഞാൻ കടന്നു ഉരുണ്ട ചർച്ചിൽ നിന്ന് ഞാൻ പുറത്തു വന്നു. ഇതിനകത്തൊരു മതവുമില്ല, ഇതിനകത്ത് മാർഗം മാത്രമാണ് പറയുന്നത്. ആ മാർഗത്തിലൂടെ ആര് വന്നാലും, ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി ആര് വന്നാലും മാർഗം, ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഇതാണ് മാർഗം. ഈ മാർഗത്തിൽ ജീവിക്കുന്ന ഒരുത്തനും ബന്ധനവും ശാപവും കെട്ടും പോരാട്ടവും ഇല്ല. യേശു ചെയ്തിട്ടില്ല, അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല, ആരോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവരെല്ലാം നമ്മിലേക്ക് നോക്കാനാണ് പഠിപ്പിച്ചത്. സ്വന്തം കണ്ണിൽ കോലിരിക്കാൻ നീ മറ്റുള്ളവൻ്റെ കരടെടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ക്ഷമിക്കാനും സ്നേഹിക്കാനും മാനസികമായ ലെവലിൽ പക്വത, മനപരിവർത്തനം ഉള്ളവന് ചുരുക്കി പറഞ്ഞ ഒരു ശാപവുമില്ല, ഒരു ബന്ധനമില്ല. ഇതെല്ലാം ഈ കാണിച്ചു കൂടി ബിനു വാഴമുട്ട ഇങ്ങനെയുള്ള പാസുമാർ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളാണെന്ന് ഇവരെല്ലാം പിടിച്ച് അകത്തുണ്ടോന്ന് ജനം ചാനലിനോടൊപ്പം ചേർന്ന് ഞാനും പറയുന്നു, അത് നടക്കണം. പക്ഷേ ക്രിസ്തീയ ജീവിതം മതപരിവർത്തനമല്ല, മനപരിവർത്തനം എന്നത് യേശു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കടലും കടലും കടന്ന് നിങ്ങളെ മതത്തിൽ ചേർക്കുന്നു, പിന്നെ ഇരട്ടിച്ച നരകത്തിലാക്കുന്നു.
ഇവന്മാർ നരകത്തിൽ പോകും, അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് പേര് നരകത്തിൽ കൊണ്ടുപോകും. ഇവന്മാരെ എല്ലാം പിടിച്ച് അകത്താക്കണമെന്ന് ജനം ചാനലോട് ഞാൻ പറയുന്നു. ഇനി ഞാൻ പറയുന്നത് കേൾക്കുക. മനപരിവർത്തനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ജനം ചാനൽ സ്ഥിരമായിട്ട് ഞാൻ ചില വാർത്തകൾ കേട്ടപ്പോൾ ഒരു ഭാഗത്ത് ഒരു വർഗീയ ചിന്താഗതി ഉണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തെറ്റുകൾ പറയുമ്പോൾ നിങ്ങളുടെ മതങ്ങളിൽ കാണിക്കുന്ന പല തെണ്ടിത്തരങ്ങളെയും നിങ്ങൾ തുറന്ന് കാണിക്കണം. അതായത് ജ്യോത്സ്യത്തിലൂടെ എത്രയോ കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി, വിവാഹം കഴിയാതെ മാനസിക രോഗിയായി കിടക്കുന്നവരെ ഞാൻ കൊണ്ട് കാണിച്ചു തരാം. ഒരുത്തോണ്ട് ഞാൻ ചോദിച്ചു, എന്ത് വിവാഹം കഴിക്കാത്തത്? എനിക്ക് വിഷയമല്ല. പെണ്ണ് നോക്കി പോകുമ്പോൾ നാള് പൊരുത്തമല്ല. പയ്യൻ മനസ്സിലാകുന്നുണ്ടോ ഇന്നും മാനസിക വൈകല്യമുള്ളവനെ കിടക്കുന്നു. ചില കുറിക്കപ്പെട്ട ആൾക്കാർ മന്ത്രവാദങ്ങൾ ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദുഷ്ട ദൈവങ്ങളെ കൂട്ടുപിടിച്ച് മന്ത്രവാദ കുടുംബങ്ങളെ തകർക്കുന്ന പലരുമുണ്ട്. ഇതിനൊക്കെ റിയാക്ട് ചെയ്യണം. കൊടുങ്ങല്ലൂർ ക്ഷേത്ര തെറിപ്പാട്ട് സമൂഹത്തിനതിനെന്ത് നന്മയുണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നില്ല? അഘോരി സ്വാമികൾ, തുണി കൊടുക്കാത്ത സ്വാമികൾ, ഇവന്മാർക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോകൾ ചെയ്യുന്നില്ല? കേരളത്തിൽ വന്നപ്പോൾ വിരട്ടി വിട്ടു, ഇനി വരാൻ വിടുകയില്ല എന്നാണ് പലരും പറയുന്നത്. അവരെ പാടായി അത് വിടുക. മലം മുക്കി ചൂലുകൊണ്ട് അടിച്ചാൽ ദേവി പ്രസാദിക്കുന്നു. അപ്പോൾ ഈ മതങ്ങൾ കൊണ്ടൊന്നും മനുഷ്യന് പരിവർത്തനം ഉണ്ടാകുന്നില്ല, സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മതപരിവർത്തനമല്ല നമുക്കാവശ്യം, മനസ്സിൻ്റെ പരിവർത്തനമാണ്. കൾട്ട് പെന്തക്കോസ്റ്റിൽ നിന്ന് 10 വർഷത്തോളം ഞാൻ അകത്ത് കടന്ന ഞാൻ പുറത്തു വന്നതിന് ശേഷം മനപരിവർത്തനങ്ങൾ പറയാം. മനസ്സിൻ്റെ പരിവർത്തനം എത്രയോ എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് കണ്ണു തുറന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സ്നേഹിതൻ എൻ്റെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞു, ഈ വീട് ശരിയല്ല, ഈ സിറ്റ് ഔട്ട് ഇരിക്കുന്നിടത്താണ് റൂം വരേണ്ടത്, ആ ഭാഗത്താണ് സിറ്റ് ഔട്ട് വരേണ്ടത്, ഈ ഭാഗം ശരിയല്ല, ഇത് താഴ്ന്നു കിടക്കുന്നു, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എല്ലാം തെറ്റിച്ച് ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം മനഃപൂർവ്വം തെറ്റിച്ചു വച്ച ഒരുവനാണ് ഞാൻ. ഇന്നും സന്തോഷത്തോടെ അതിനകത്ത് ജീവിക്കുന്നു. പുള്ളി പറഞ്ഞത് എൻ്റെ വരുമാന മാർഗം മുട്ടുമെന്ന്. ദൈവത്തിൻ്റെ കൃപയിൽ ഇന്നുവരെ സന്തോഷം, സമാധാനം, വരുമാനത്തിനും ദൈവത്തിൻ്റെ കൃപ ഞാൻ ജോലി ജീവിക്കുന്നു, സന്തോഷത്തോടെ പോകുന്നു. അപ്പോൾ ആരോ എന്തോ പേടിയുള്ളവരാണ് ചുരുക്കി പറഞ്ഞാൽ മതങ്ങളിലാകുന്നത്. പെന്തക്കോസ്ത് മതത്തിനകത്താകുന്നത് പേടിയുള്ളവരാണ്. ഹൈന്ദവ മതത്തിനകത്താകുന്നവരും പേടിയുള്ളവരാണ്. മനസ്സിലാകൊണ്ട് പേടി നിമിത്തം വേണമെങ്കിൽ ഗോമൂത്രം, പശുവിൻ്റെ മൂത്രം കുടിക്കുന്നു. ഇനി അഗ്നിക്കാവടി, ആ കാവടി, ഈ കാവടി, ശരീരം മുറിക്കൽ, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു? നിങ്ങൾക്കെന്തിനെയോ പേടിക്കുന്നു. നന്മയെ കരുതിയാണ് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് പരിവർത്തനം ഉണ്ടായാൽ പോരെ. ഭയമില്ലാതെ ജീവിക്കാൻ മനുഷ്യൻ പഠിച്ചാൽ അവന് മതത്തിൻ്റെ ആവശ്യമില്ല. ക്ഷമിക്കാനും ശത്രുക്കളെ സ്നേഹിക്കാനും സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാനും വിട്ടുവീഴ്ച മനോഭാവങ്ങളും പകരത്തിന് പകരം ചെയ്യാതെ എല്ലാവരും എന്നെക്കാൾ ശ്രേഷ്ഠനാണെന്നും അഹങ്കാരവും നികളവും ഒക്കെ കാണിച്ചു കൂട്ടി തന്നെക്കാൾ താൻ വലിയവനാണെന്ന് കാണിച്ചു കൂട്ടുന്ന നിഗളികൾക്കും അഹങ്കാരം ഉള്ള ആളുകൾക്കാണ് മതത്തിൻ്റെ ആവശ്യം. അങ്ങനെയുള്ള മതത്തിലാണ് പെന്തക്കോസ്ത് കൾട്ടുകളെന്ന് ജീവിക്കുന്നത്. ഞാൻ ഈ വിനു വാഴമുട്ടം ഇതുപോലെ സ്റ്റേജ് കോപ്രായത്തനങ്ങൾ കാണിക്കുന്ന എല്ലാവരും പിടിച്ചകത്തിടാൻ ജനം ചാനലിനോട് ഞാൻ പറയുന്നു. ഞാൻ ഇവന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവന്മാരെ, ഈ കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന മീശ എടുത്തവന്മാരും വെള്ള ധരിക്കുന്ന അവനെയും കൂടെ അതിനകത്താക്കണം. എല്ലാവരും കള്ളന് കഞ്ഞി വെച്ചവന്മാർ. എന്നാൽ മറുവശത്ത് മതപരിവർത്തനമല്ല, മനപരിവർത്തനം ഹിന്ദുക്കൾക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ഈ മതത്തിൻ്റെ തമ്മിലടികൾ നിമിത്തം എത്രയോ കുടുംബങ്ങളിൽ കണ്ണെതിരാണ്. എത്രയോ പേടിച്ചാണ് ഇതിനകത്ത് വരുന്നത്. മനസ്സമാധാനം, സന്തോഷം അനുഭവിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾ ഈ ജ്യോത്സ്യവും മുഹൂർത്തവും ജപ്പും ജപം ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ഇതൊന്നും നമ്മൾ പേടിക്കുന്നില്ല. ഏതെങ്കിലും ജ്യോത്സ്യന്മാരുണ്ടെങ്കിൽ വാ, ഏതെങ്കിലും ഹൈന്ദവ പൂജാരികളുണ്ടെങ്കിൽ വാ, ചർച്ച ചെയ്യാൻ വാ ഈ വിഷയത്തിൽ. പൗലൂസ് അത് തന്നെ ചെയ്തത്. അപ്പോസ്തല പ്രവൃത്തി 17:16 മുതൽ 34 വരെ വായിക്കുമ്പോൾ അഥേനയിൽ പൗലൂസ് പോയപ്പോൾ മനസ്സിന് ചൂടുപിടിച്ച് വിഗ്രഹങ്ങൾ, രൂപങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടു. പൗലൂസ് അവിടെ ചിലരെ കൂട്ടിവരുത്തി സംസാരിച്ചു. എപ്പിക്യൂര്യരും സ്തോയിക്കരും തത്വജ്ഞാനികൾ, അവരോട് സംസാരിച്ചു, തർക്കിച്ചു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു,
ഒരു പുതുമയും കാണാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും പറയാനില്ല. ഇവൻ വേറെ ഏതൊരു അന്യദൈവത്തെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞു. കുറേ കഴിഞ്ഞതിന് ശേഷം പൗലൂസ് പറഞ്ഞു, ആകാശവും ഭൂമിയെയും സകലത്തെ ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. സത്യമാണ് പറഞ്ഞത്. അവൻ മനുഷ്യൻ്റെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിൽ വാസം ചെയ്യുന്നു. അങ്ങനെ പുതുമ ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് കുറച്ച് പേര് പിരിഞ്ഞു പോയി. കുറച്ച് എണ്ണത്തിൽ കുറച്ച് ആളുകൾ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കി പൗലൂസിനോട് ചേർന്നുള്ളൂ. പൗലൂസ് എവിടെയെങ്കിലും തമ്മിലടി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനല്ല പോയത്. ഒരുപാട് പ്രശ്നങ്ങൾ പൗലൂസിന് തലയിൽ വന്നു വീഴുന്നതാണ്. പൗലൂസിൻ്റെ ഉള്ളിൽ ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ് നിന്നത്. എന്നെ കേൾക്കുന്നവരെ, മതപരിവർത്തനമല്ല ആവശ്യം, നമുക്ക് മനപരിവർത്തനമാണ്. 10 കോടി ബസലോണിൻ്റെ യേശുവിൻ്റെ പേര് പറഞ്ഞ് പിരിച്ചിട്ട് 1 കോടിക്ക് എല്ലാവരും കാണുക വീഡിയോ എടുത്ത് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഇവൻ വിഴുങ്ങി വിദേശ രാജ്യങ്ങളും അവിടെ ഇവിടെ എല്ലാം റിസോർട്ടുകളും അതും ഇതെല്ലാം ഉണ്ടാക്കുന്ന എത്രയോ കള്ളന്മാരുണ്ട്. ഇവരെ കൈയോടെ പൊക്കാൻ ജനചാനലിനോടൊപ്പം ഞാനുണ്ട്. ഇവന്മാർ കാണിക്കുന്ന പരിപാടി വടക്കേ ഇന്ത്യയിൽ താമസിച്ചായാലും ഈ തണ്ടിത്തനം ചെയ്യും, തെക്കേ ഇന്ത്യയിൽ താമസിച്ചാലും ഈ തണ്ടിത്തനം ചെയ്യും. എത്രയോ കുടുംബങ്ങൾ മതത്തിൻ്റെ പേരിൽ ആളുകളെല്ലാം പേടിച്ചില്ല കൈയടിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച് കൈയടിക്കുന്നത് സ്ത്രീകളാണ്. നിങ്ങൾ ഏത് ചർച്ചിൽ നോക്ക്, ആവേശം കയറ്റാനമാർക്ക് കഴിയും. ദൈവം അങ്ങനെ കാണുന്നു, ദൈവം ഇങ്ങനെ കാണുന്നു, ദൈവം അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ പിടിച്ചോ. പിടിച്ചവന്മാർ എല്ലാം ഈ കള്ളന്മാരാണ് പിടിച്ചത്. അവന്മാർ വില കൂടിയ വണ്ടികളും അടിപൊളി കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടോ, പിന്നെ എല്ലാം ലാവിഷ്. ഇവന്മാർ ക്രിസ്ത്യാനികളെന്ന് ആര് പറഞ്ഞു? ഇവിടെ ക്രിസ്തുവിൻ്റെ മനോഭാവവും ഉള്ളവനല്ലേ ക്രിസ്ത്യാനി. അവൻ മതത്തിലുള്ള ആളല്ല, മാർഗക്കാരനാണ്. അതുകൊണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടപ്പുറപ്പുകളായ മുസ്ലിം സഹോദരങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളെയും ക്രിസ്ത്യൻ സഹോദരങ്ങളെയും ക്രിസ്തുവിൻ്റെ മാർഗം പഠിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. അവരാരും എൻ്റെ പള്ളിയിലെ വിശ്വാസികളുമല്ല. ഒരൊറ്റ ആളെയും ഹൈന്ദവ ഏരിയയിൽ പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. മതപരിവർത്തനം നടത്തി എൻ്റെ പള്ളിയിൽ കൊണ്ടുവന്നിട്ടില്ല. മനസ്സിൻ്റെ പരിവർത്തനം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വിടും. അവർ ഭയമില്ലാതെ ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു. ശത്രുക്കൾ ഉണ്ടാകാതിരിപ്പാൻ, വൈരാഗ്യവും പകയും കുടിപ്പകകളും ഉണ്ടാകാതിരിപ്പാൻ ഞാൻ വളരെ ശക്തമായ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. അവർക്ക് ജ്യോത്സ്യൻ വേണ്ട, അവർക്ക് മനസ്സിലാവുന്നുണ്ടോ പിന്നെ അഗ്നിക്കാവടി വേണ്ട, അവർക്ക് ഗോമൂത്രത്തിൻ്റെ ആവശ്യമില്ല, അവർ തെറിപ്പാട്ടും ഭരണിയും വേണ്ട, അവർക്ക് മന്ത്രവാദവും ശുദ്രത്തിൻ്റെ ആവശ്യമില്ല, തുണി കുടിക്കാത്ത സ്വാമിമാരെ തൊഴേണ്ട കാര്യങ്ങളില്ല, മലം മുക്കി അടിക്കുന്ന പള്ളി ക്ഷേത്രത്തിൽ പോകണ്ട. ഇനി 33 കോടി കത്തോലിക്കയിലുള്ള അമ്മ ദൈവങ്ങളുണ്ട്, അവിടെയും പോകണ്ട. ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരോട് മത്തായി സുവിശേഷം മനസ്സിലാവണം 5-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായം ഇത്രയും വായിച്ചിട്ട് ഇതിനകത്തുള്ള പലതും മനുഷ്യന് യോജിക്കാൻ കഴിയില്ല. എന്നെ വിളിക്കുക. നിങ്ങൾ മതത്തിൽ ചേരരുത്, മാർഗത്തിൽ ചേരുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.